എന്നാലും എന്റെ പാറു, നിനക്ക് ഇത്ര പവർ ഉണ്ടായിരുന്നാ? ഉണ്ടാന്നാ? ആ എറിവല്ലോ മാവി കൊണ്ടായിരുന്നെങ്കി മാവിലെ മാങ്ങ മൊത്തം വീണാന്. കല്ലുകൊണ്ട് തലച്ചോറ് പുറത്തു വരാഞ്ഞത് ഭാഗ്യം. പാവോടാ, മുഖം കണ്ടില്ലേ? കഷ്ടം നിക്കുന്ന കണ്ടാ കഷ്ടം തോന്നും. കേസു സാപ്പാട്. ഇതെന്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അവൻ തന്നെ കേട്ടാ. എന്റെ പൊന്ന് കനകേച്ചി, ആ പാറിനെ ചുമ്മാ ചൊടിപ്പിക്കാൻ പറഞ്ഞാണ്. അതെന്തുവാ, അവൻ അടുക്കളയിലോട്ട് വന്ന് കഴിക്കാൻ പറ്റത്തില്ലയോ? എന്തെങ്കിലും പറയണത് കേട്ട അപ്പം തന്നെ വാലും പോയിക്കൊണ്ട് അടുക്കളയിലോട്ട് പൊക്കോളൂ. ആ ഇനിയിപ്പോ എന്തായാലും വലിയ കാര്യത്തിൽ കൊണ്ടുവന്നില്ലേ ഞാൻ? എന്തോന്ന് വലിയ കാര്യത്തിൽ കൊണ്ടുവന്നല്ലേ ഇവിടുന്ന് കഴിച്ചേക്കാം. വേണ്ട, ഇനിയുണ്ടോ? പാവോ അമ്മ. ഇല്ല ഇല്ല, അവൻ കിച്ചണിൽ പോയി കഴിച്ചോളൂ. അടുക്കള വന്നിരുന്ന് കഴിച്ചാ മതി. ആഹാ, അത്ര ഉള്ളതില്ലല്ലോ. അമ്മൂമ്മ എന്നാ പിന്നെ ഊണ് കഴിക്കുന്ന സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് വരാവേ. ആ വന്നോ. സ്പെഷ്യൽ പണി കൊടുക്കറ. എനിക്ക് വയ്യ. പാറുവേ, പാറു മോളെ, പാറുവേ. എടാ പാറുവിനെ കണ്ടോടാ? ഇല്ല അമ്മൂമ്മ, കണ്ടില്ല. എന്തിട്ട്? എടാ കൊറേ നേരമായി ചോറെടുത്ത് വെച്ചിട്ട് അവളെ കാണുന്നില്ല. എവിടെയാണ്? ആ കാണുന്നില്ല. പാറുവേ, പാറു. പാറു. എന്തമ്മ? അവളെ പാറുവിനെ കാണുന്നില്ല. കാണുന്നില്ലേ? ചോറെടുത്ത് വെച്ചിട്ട് കൊറേ നേരമായി. അന്നേരം മുതൽ കടന്ന് വിളിക്കുവാ. നേരത്തെ റൂമിലോട്ട് പറഞ്ഞുണ്ട്, അതന്നെ ഞാനും കണ്ട, വേറെ ഒന്നും ഞാൻ കണ്ടില്ല. എന്നാ മോനൊരു കാര്യം ചെയ്യ്, വെളിയിലോട്ട് ഇന്നൊന്ന് നോക്കിയേ. അവിടെ കാണാൻ കളിച്ചോണ്ടിരിക്കുവായിരിക്കും ചിലപ്പോ. ഓ നോക്കാം. അമ്മൂമ്മ പുറകിലൊക്കെ നോക്കിയായിരുന്നു. ആ ഇല്ല, ഞാൻ പോയി നോക്കാം. ഓ പാറു. പാറു എവിടെ? ആ അവിടെ പോയിരിക്കണ. പാറു, നീ എന്തിനാ വന്നിരിക്കണ? പിന്നെ അമ്മൂമ്മ എത്ര കണ്ട് ഫുഡ് കഴിക്കാൻ വിളിക്കണം അറിയോ? നീ വന്നേ. അവസാനം ചോറ് തണുത്തു പോയെന്ന് പറഞ്ഞു കിടന്ന് കരയല്ലേ? അപ്പൊ ഞാൻ തരാം. ഓ എന്തരീ പാറു, കാര്യം പറ. കരയണ? സോറി ഏട്ടാ, എനിക്ക് അറിയാതെ പറ്റിയതാ. നിനക്കറിയാതെ എന്ത് പറ്റിയെന്ന് കാര്യം പറ. നീ ഞാൻ കാരണം ചേട്ടന്റെ തല പോവില്ലേ? എന്റെ തല എന്തുട്ടി? എവിടെ പോയി? അമ്മായി പറഞ്ഞില്ലേ ചേട്ടന്റെ തല മുറിച്ച് മാറ്റേണ്ടി വരുമെന്ന്. ഞാൻ അപ്പളേ അമ്മായി അടുത്ത് പറഞ്ഞാണ് അത് കടുത്തു പോയെന്ന്. എടി അത് അമ്മായി ചുമ്മാ പറഞ്ഞാണ്, നീ കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ടത്. ചേട്ടൻ പറഞ്ഞത് കേട്ടായിരുന്നെങ്കി ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നല്ലോ. എടി എന്തായാലും നീ കരയണേ. കൊണ്ടിരുന്നേ ഇനി മക്കളെ കരയണ ചുമ്മാ. നീ എന്ത് പറഞ്ഞേ? ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നെങ്കി ഇത് വരൂലായിരുന്നാ. മക്കളെ നിന്റെ പ്രായത്തില് ചേട്ടനും ലജ്ജു ചേച്ചിയും ശിവചേച്ചിയൊക്കെ ചെയ്ത് വെച്ചിട്ട് നീ അതിന്റെ 100-1 പോലും ചെയ്തിട്ടില്ല. നീ എന്ന് ഞങ്ങൾ കാണിച്ചത്രയും കണ്ണന്തിരിവ് കാണിക്കുന്നു, അപ്പോഴേ ഒരേ ലെവല് വരുള്ളൂ. ഓക്കെ? സോറി ഏട്ടാ. സോറി നീ പറഞ്ഞോണ്ട് സോറി പറഞ്ഞില്ലേ? ഇനി കൊച്ചെ സോറി പറയണേ. വിഷമം മാറിയാ? വിഷമം മാറിയാ? വിഷമം മാറിയാ? എന്താ ഇത്? ചേട്ടന് വേദന ഉണ്ടോ? തൊട്ടോക്ക്. ഒന്നാമതുണ്ടോ വേനണ്ടാ? വേദനയൊന്നും ഇല്ല പെണ്ണേ. ഇത് മൊത്തം നമ്മുടെ അമ്മായി സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണ പഞ്ഞിയാണ്. അമ്മായി നേഴ്സ് അല്ലായിരുന്നോ, അപ്പൊ അതിന്റെ സ്കില്ലൊന്ന് കാണിക്കണ്ടേ. മാത്രമല്ല അമ്മായിക്ക് ഇടക്കിടയ്ക്ക് ഓർക്കണ്ടേ അമ്മായി നേഴ്സാണ്. നിനക്ക് മാങ്ങ കിട്ടിയായിരുന്നു? എന്നാ വാ നമുക്ക് ആ മാവോടെ വെട്ടിയിടാം, നിന്റെ ഉപ്പും കൂട്ടി അടിക്കാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.